അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെയാണ് ചോറ് ഊറ്റുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ ഊറ്റുന്നത്? ഞങ്ങൾ പ്രഷർ കുക്കറിലാണ് ഇപ്പോഴും ചോറ് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് ചോറ് എപ്പോഴും വേവിക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷർ മാറ്റിയിട്ട് കുക്കറിലാണ് ഊറ്റിയിടാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊള്ളുമെന്നൊന്നും പേടിക്കേണ്ട. വെള്ളം നന്നായിട്ട് ഊറിപ്പോയി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ചോറ് കിട്ടും. അപ്പോൾ ഇന്ന് മോളെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറും. എന്നിട്ട് അവിടുത്തെ ഫ്രോസൺ വെജിറ്റബിൾസിൻ്റെ അവിടെ ഒന്ന് നോക്കും, എന്തെങ്കിലും പുതിയതായിട്ട് വെജിറ്റബിൾസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ട് നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ വഴിക്ക് അടുക്കത്തില്ലായിരുന്നു, എൻ്റെ ജീവനും കൊണ്ട് ഓടിയേനെ. കാരണം ഇത് നമ്മുടെ ചേനയും കൂർക്കയാണ്. ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മെനക്കെട്ട പണി വേറെയില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് ഒന്നും അറിയണ്ട. പാക്കറ്റ് മേടിച്ചത് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചാൽ മതി. കാരണം അത് നന്നായിട്ട് കഴുകി ചേന ക്യൂബായിട്ടും കൂർക്ക നീളത്തിലൊക്കെ അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മെനക്കേടുമില്ല. അങ്ങനെ ചേന കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഞാൻ അവിയലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു, അതും ചൂടാക്കി. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ഉണക്ക ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ചമ്മന്തിയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. അതും കൂട്ടി നല്ല കുശാലായിട്ട് നമ്മുടെ നാട്ടിലെ തനി നാടൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ലഞ്ചിന് എന്തായിരുന്നെന്ന് പറയണേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ കാണാം. ബൈ.